രണ്ടാം പിണറായി സർക്കാരിലെ ആദ്യ 2.5 വർഷക്കാലം ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ആളില്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവ് തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ഇന്നിതാ ജയിലിലേക്ക് പോവുകയാണ്. ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ഇപ്പോഴത്തെ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ ഇടതുമുന്നണിയിലെ ഘടകകക്ഷി നേതാവായ ആന്റണി രാജു എന്ന് പറയുന്ന MLA മയക്കുമരുന്ന് കേസിൽപ്പെട്ട ഒരു തൊണ്ടി മുതലായ ജെട്ടി മാറ്റിയ കേസിലെ പ്രതിയായിട്ടാണ് ഇപ്പോൾ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്നത്. 14 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആന്റണി രാജുവിൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. MLA സ്ഥാനവും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇടതുമുന്നണി സർക്കാരിലെ ഒരു MLA ജെട്ടി മാറ്റിയ കേസിൽ അല്ലെങ്കിൽ തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ ജയിലഴിക്കുള്ളിലേക്ക് പോകുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിനെ ഏതു തരത്തിൽ ബാധിക്കും? ഇടതുമുന്നണിയുടെ പ്രതീക്ഷകളെ ബാധിക്കുന്ന തരത്തിലായിരിക്കുമോ ആന്റണി രാജുവിനെതിരായ വിധി വന്നിരിക്കുന്നത്? വിശദമായി പരിശോധിക്കാം. PS സൗവർണികയാണ് കൂടെയുള്ളത്. ഈ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പല വലിയ വിവാദങ്ങൾ ഉയർന്ന ഒരു കേസാണ് ഈ ജെട്ടി മാറ്റിയ ഒരു കേസ്. തൊണ്ടി മുതലായി ആന്റണി രാജു അഭിഭാഷകനായി ജോലി ചെയ്യുന്ന സമയത്താണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്, 36 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഈ കേസിനകത്ത് വിധി വന്നിരിക്കുന്നു. നിരന്തരമായ പോരാട്ടങ്ങളുടെ ഭാഗമായി കേസിനകത്ത് വിധി വന്നിരിക്കുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കേസിന്റെ പ്രമാദമായ വിധി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇടതുമുന്നണിയെ ഏത് തരത്തിലാണ് ഈ കേസിന്റെ വിധി ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായും ഇത് ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്ന തരത്തിലാണ്. നമുക്കറിയാം, ഓരോ ദിവസം കഴിയുന്തോറും ഇടതുമുന്നണിയെ വെട്ടിലാക്കുന്ന തലത്തിൽ പല പല കേസുകളാണ് വരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇടതുമുന്നണി കൈപൊള്ളിയ സർക്കാർ തൊട്ടു പിന്നാലെ വന്ന് അനാവശ്യമായി പാരഡി, ശബരിമലയുടെ പാട്ട് വെച്ച് അല്ലെങ്കിൽ ഗാനം വെച്ച് പാരഡി ഉണ്ടാക്കിയ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് അല്ലെങ്കിൽ സർക്കാർ തന്നെ തങ്ങളുടെ കുഴി കുഴിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഓരോ ദിവസം കഴിയും തോറും സർക്കാർ ഈ പറയുന്ന പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശാന്തിനെതിരെ ശ്രീലേഖ ഉന്നയിച്ച ആരോപണം മുതൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ഗതാഗത വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള തർക്കം വരെ സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ, മറു സൈഡിൽ വെള്ളാപ്പള്ളിയെ ചേർത്ത് പിടിക്കുമ്പോൾ, ഇതെല്ലാം സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുന്ന സമയത്താണ് ആന്റണി രാജുവിനെതിരെ, അതും 1990 നടന്ന ഒരു കേസിൽ ആന്റണി രാജുവിനെതിരെയുള്ള ഒരു കേസ് ഇപ്പൊ വിലക്കുന്നത് അല്ലെങ്കിൽ കുറ്റക്കാരനാണ് എന്ന്, തൊണ്ടി മുതൽ മാറ്റിയ കേസിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നത്. ഇത് സർക്കാരിനെ കൂടുതൽ വെട്ടിലാക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും തൊണ്ടി മുതൽ കേസിൽ ആന്റണി രാജു കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പറയുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ LDF നേതാവായ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. ആന്റണി രാജുവും കോടതി ക്ലർക്കായിരുന്ന ജോസുമായിരുന്നു പ്രതികൾ. ഇവർ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിശ്വാസ വഞ്ചന, ഗൂഢാലോചന, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ, കള്ളത്തെളിവ് നിർമ്മിക്കൽ, പൊതുവായ ഉദ്ദേശത്തോടെ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തുക, പൊതുസേവകന്റെ നിയമലംഘനം, വ്യാജരേഖ ചമക്കൽ തുടങ്ങി 8 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കുറ്റമാണ് തെളിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ കേസിന്റെ നാൾ വഴികളിലേക്ക് ഒന്ന് പോയാൽ 1990 ഏപ്രിൽ 4 ഹാഷിഷ് ഓയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഓസ്ട്രേലിയൻ സ്വദേശി തിരുവനന്തപുരത്ത് പിടിയിലാവുകയാണ്. 61 ഗ്രാം ഹാഷിഷ് ഓയിലാണ് കടത്തിയത്. അതായത് ഹാഷിഷ് ഓയിലൊന്നും ഇത്ര വിപുലമായ തരത്തിൽ ഇന്ന് കേരളത്തിൽ ഹാഷിഷ് ഓയിൽ പിടിക്കുന്ന വാർത്തയും ഹാഷിഷ് ഓയിൽ കടത്തുന്ന വാർത്തയെല്ലാം നിത്യസംഭവമായി മാറിയിരിക്കുന്ന മാധ്യമങ്ങളിലെല്ലാം നമുക്കിത് നിത്യേന കാണാൻ കഴിയും. എന്നാൽ 1990കളിൽ കേരളത്തിൽ ഇത്രത്തോളം അല്ലെങ്കിൽ കേരളത്തിൽ വളരെ വിരളമായാണ് ഹാഷിഷ് ഓയിൽ പിടിക്കുന്നതും ഇത്തരത്തിൽ ഉപയോഗമെല്ലാം. അന്നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. 61 ഗ്രാം ഹാഷിഷ് ഓയിലാണ് കടത്തിയത്. അന്ന് 1990ൽ തന്നെ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി 10 വർഷം തടവിനും 1 ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിക്കുന്നു. പ്രതിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സെലിൻ വിൽഫ്രണ്ടിന്റെ ജൂനിയർ ആയിരുന്നു ആന്റണി രാജു. 1994 ഈ കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. അപ്പീലിൽ ഈ വ്യക്തിയെ വെറുതെ വിടണോ, തൊണ്ടി മുതലായ അടിവസ്ത്രം പ്രതിക്ക് പാകമാകില്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കേസിൽ നിന്നും പ്രതിയെ വെറുതെ വിട്ടത്. ഈ കേസിൽ നിന്നും പ്രതിയെ വിട്ടയച്ചതിനെ തുടർന്ന് പ്രതിയായ സാൽവദോർ സാർലി തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാരോപിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിരന്തരമായ പോരാട്ടത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ ഈ ആന്റണി രാജുവിനെ ശിക്ഷിക്കുന്നത്. തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയ സൂചനയോടെ ഹൈക്കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1994 തിരുവനന്തപുരം വഞ്ചൂർ പോലീസ് കേസെടുക്കുന്നു. കൃത്രിമം നടത്തിയത് കോടതിയിലെ തൊണ്ടി ക്ലർക്ക് ജോസും ആന്റണി രാജുവും ചേർന്നാണെന്ന് കണ്ടെത്തുന്നു. അട്ടിമറിയുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ സാൽവദോർ സാർലി ജയിലിലായി 4 മാസം കഴിഞ്ഞപ്പോൾ പോൾ എന്ന പേരിൽ ഒരു ബന്ധു കോടതിയിൽ എത്തുകയാണ്. കോടതിയുടെ കസ്റ്റഡിയിലുള്ള കേസിന് ആവശ്യമില്ലാത്ത
സ്വകാര്യ വസ്തുക്കൾ കൈമാറണമെന്ന ഹർജി നൽകി. പോളും ആന്റണി രാജുവും സ്വകാര്യ വസ്തുക്കൾക്കൊപ്പം തൊണ്ടി മുതലായ അടിവസ്ത്രം കൂടി ഒപ്പിട്ട് വാങ്ങുകയാണ്. പിന്നീട് വിചാരണയ്ക്ക് തൊട്ടു മുമ്പാണ് ഇത് കോടതിയിൽ തിരികെ നൽകുന്നത്. ഇക്കാലയളവിനിടെ അടിവസ്ത്രം മുറിച്ച് ചെറുതാക്കി വീണ്ടും തുന്നുന്നു. നിലവിലുള്ള നൂലും മുറിച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് നൂലും 2 കളറുള്ള നൂലാണ് പിന്നീട് തുന്നിയപ്പോൾ കാണാൻ കഴിഞ്ഞത്. കേസിലെ പ്രധാന തെളിവായത് ആന്റണി രാജു ഒപ്പിട്ട രേഖയാണ്. അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കിയതായി ഫോറൻസിക് പരിശോധനയിലും തെളിയുന്നു. 2005 ഉത്തരമേഖല IG ആയിരുന്ന TP സെൻകുമാർ ഇത് അന്വേഷണത്തിന് ഉത്തരവിടുന്നു. 2006 ഫെബ്രുവരി 13 ജോസ് 1-ാം പ്രതിയും ആന്റണി രാജു, ജോസ് എന്ന് പറയുന്ന കോടതിയിലെ ക്ലർക്ക്, ആന്റണി രാജു 2-ാം പ്രതിയുമായി വഞ്ചിയൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു. 2014 പ്രത്യേക ഉത്തരവിലൂടെ ജനപ്രതിനിധികൾക്കായുള്ള നെടുമങ്ങാട്ടെ പ്രത്യേക കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. കേസിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ആന്റണി രാജു ഹർജി നൽകുന്നു. കേസിൽ വിചാരണ നടക്കട്ടെ എന്ന് സുപ്രീം കോടതി ഉത്തരവിടുന്നു. ആ വിചാരണയിലാണ് ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ ശിക്ഷാവിധി മേൽക്കോടതി വിധിക്കാൻ പോവുകയാണ്. എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ കൃത്യമായ കാര്യമായ സ്വാധീനമുള്ള നേതാവ് ആന്റണി രാജു. കഴിഞ്ഞ തവണ VS ശിവകുമാറിനാണ് അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. ഈ ആന്റണി രാജുവിന്റെ പാർട്ടിയുടെ വോട്ട് കൊണ്ടല്ല അന്ന് ജയിക്കുന്നത്, ആന്റണി രാജുവിന്റെ സമുദായ വോട്ടുകളും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ ആന്റണി രാജുവിന് കൃത്യമായ സ്വാധീനമുണ്ട്. ആ സ്വാധീനം, ആന്റണി രാജുവിന്റെ സഭയ്ക്കുള്ള സ്വാധീനം ഉപയോഗപ്പെടുത്തിയാണ് ആന്റണി രാജു തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നത്. ആ ആന്റണി രാജുവിനെ ഇത്തരത്തിൽ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തീർത്തും തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ തിരിച്ചടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരു തിരിച്ചടിയായി മാറുമോ എന്നൊരു ഭയമാണിപ്പോൾ CPM-നെ അലട്ടുന്നത്. CPM-നെ മാത്രമല്ല, വിരലിലെണ്ണാവുന്ന പ്രവർത്തകരുള്ള ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ അസ്തമയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഇതോടുകൂടി ഉണ്ടാകുമെന്നാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഒരു കാര്യം. സ്വാഭാവികമായും ഇനിയിപ്പോ ആന്റണി രാജു അപ്പീലിന് പോകില്ലേ? തീർച്ചയായും ഈ കേസിന്റെ വിധി മേൽക്കോടതി വിധി പ്രസ്താവിക്കട്ടെ. നെടുമങ്ങാട്ടെ ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ കേസിനകത്തെ വിധി പ്രസ്താവന വന്നു കഴിഞ്ഞാൽ ആന്റണി രാജു അപ്പീലിന് പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പീലിന് പോവുകയും മികച്ച അഭിഭാഷകരെ, ആന്റണി രാജു ഒരു മികച്ച അഭിഭാഷകനാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആന്റണി രാജു മികച്ച അഭിഭാഷകരെ ഉപയോഗപ്പെടുത്തി ഈ കേസ് വാദിക്കുകയും ചെയ്യും. പക്ഷേ ഈ തൊണ്ടി മുതൽ മാറ്റിയ കേസിനകത്ത് ഒരു ജനപ്രതിനിധി ശിക്ഷിക്കപ്പെട്ടു. മയക്കുമരുന്ന് കൊക്കൈൻ കേസിൽ അല്ല ഹെറോയിൻ കേസിനകത്ത്, ഒരു മയക്കുമരുന്ന് കേസിനകത്ത് ഒരു ജനപ്രതിനിധി ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ഒരു തീർത്താൽ തീരാത്ത കളങ്കമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. സമാനതകളില്ലാത്ത കേസാണ് ആന്റണി രാജുവിനെതിരെ ഉയർന്നിരിക്കുന്നത്. നേരത്തെയും അതിനുശേഷവും കേരളത്തിൽ ഒരാൾക്കെതിരെയും ഇത്തരത്തിൽ ഒരു കേസ്, അടിവസ്ത്രം മാറ്റിയ ഒരു കേസ് ഉണ്ടായിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഈ കേസിനകത്തിന് ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു കാര്യം, കോടതി എന്ത് ശിക്ഷ വിധിക്കും, അതോടൊപ്പം തന്നെ കോടതി വിധി എന്തായിരിക്കും ഈ വിഷയത്തിൽ എന്നത് ഏറ്റവും നിർണായകമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ മേൽക്കോടതിയുടെ വിധിക്ക് ശേഷം അല്ലെങ്കിൽ ശിക്ഷ വിധിച്ച ശേഷം ആന്റണി രാജു മേൽക്കോടതിയെ സമീപിക്കും. തൻ്റെ ശിക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായും ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് ലഭിക്കുന്ന ഒരു നിയമപരീക്ഷയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കാൻ കഴിയും. ആ സമീപിച്ച ശേഷം കോടതി പിന്നീട് അത് ഏത് തരത്തിലായിരിക്കും വിധി പറയുക, അതെല്ലാം പിന്നീടുള്ള കാര്യമാണ്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ വിധി തിരിച്ചടിയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആന്റണി രാജുവിനെ തിരിഞ്ഞുകുത്തുന്ന അല്ലെങ്കിൽ ആന്റണി രാജുവിനെതിരായ മുഴുവൻ കാര്യങ്ങളും കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അടിവസ്ത്രത്തിന്റെ അളവ് കുറച്ച ഒരു വിദേശ പൗരനെ കേസിനകത്ത് ഒരു മയക്കുമരുന്ന് കേസിനകത്ത് രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഒരു പൊതുപ്രവർത്തകനായ ഒരു ജനപ്രതിനിധിയായിരുന്ന ആ വ്യക്തി നടത്തിയ ഏറ്റവും ക്രിമിനൽ പ്രവർത്തനമാണ് അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ കേസ് കേരളത്തിലെ എല്ലാവർക്കും ഒരു ഗുണപാഠമാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വ്യക്തി, ഒരു പൊതുപ്രവർത്തനായ വ്യക്തി ഒരു മയക്കുമരുന്ന് കേസിലടക്കം ഉൾപ്പെട്ട ഒരാൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി അല്ലെങ്കിൽ തൊണ്ടി മുതൽ മാറ്റുക എന്ന് പറയുമ്പോൾ അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഈ കേസിനകത്തെ നിർണായകമായ വിധി പ്രസ്താവം ആന്റണി രാജുവിനെ പോലെയുള്ള ക്രിമിനലുകളുടെ കണ്ണു തുറപ്പിക്കുന്നതാവണം. എന്തായാലും കോടതിയിൽ നിന്നും നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് ഈ വിധി പ്രസ്താവം തന്നെയായിരിക്കും. എന്തായാലും അടുത്ത ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളും ചർച്ചകളും ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല.